വെൽക്കം. ഞാൻ ആരാധ്യ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ മൺട്രോത്തുരുത്ത് വരെ വരാൻ രാവിലെ നിന്ന് മൺട്രോത്തുരുത്ത് കറങ്ങാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ബസ്സിലാണ്, അതാണ് എനിക്ക് ശബ്ദം ഉറക്കെ പറയാൻ പറ്റാത്തത്. നേരെ വീട്ടിൽ ഗൈസ് നമ്മളപ്പം മൺട്രോത്തുരുത്ത് എത്താറായിട്ടുണ്ട്. അപ്പം നമ്മൾ എസ്വളവിലാണ് പോകുന്നത്. എസ്വളവ് ആയോ ഇല്ലേ എന്നൊക്കെ കൺഫ്യൂഷനാണ്. നമ്മൾ നമ്മുടെ എസ്വളവ് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ മൺട്രോത്തുരുത്ത് തന്നെ മൺട്രോത്തുരുത്താണോ അതോ വേറെന്തോ ഒരു തുരുത്താണ്, പട്ടംതുരുത്താണ് ഗൈസ്. കണ്ടോ നമ്മൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇടയ്ക്ക് വെച്ചെന്ന് വെച്ചുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, വേലിയേറ്റമായിരുന്നു. അപ്പം ഓ ഗൈസ് കാറ് വരുന്നു, നമുക്ക് പണി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞണ്ട് ഗൈസ്, ഒരു ഞണ്ടിനെ കണ്ടോ ഗൈസ്, കണ്ടോ ഞണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് ഇവിടെ വേലി കയറിയപ്പോഴത്തേക്ക് ഇവിടെ തോനെയും വെള്ളമായിരുന്നു ഗൈസ്. ഇത് മൊത്തം വെള്ളമായിരുന്നു. ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ. നമുക്കിനി അങ്ങ് വരെ നടക്കാം ഗൈസ്. കിടിലൻ സ്പോട്ടാണ്. നിങ്ങൾ എന്തായാലും മൺട്രോയിൽ വന്നിരിക്കണം. ഇവിടെ ഇതാ ബോട്ടല്ല. ആ ഗായ്സ് ഇവിടെ മൊത്തം ഉണ്ട്. അവിടെ ആൾക്കാരൊക്കെ ബോട്ടിലൊക്കെ ബോട്ടിൽ ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ. ഈ ചെടികൾക്കിടയിലൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല കിടില സ്പോട്ടാണ് ഗൈസ്. നമുക്ക് അറ്റത്ത് കാണാൻ ഇങ്ങനെ കാല് നനയ്ക്കാം ഗൈസ്. ഇങ്ങനെ കാല് നനയ്ക്കാം ഗൈസ്. കിടിലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ നടന്നൊക്കെ വരുന്നത്. അപ്പോൾ നല്ല കിടിലൻ ക്ലൈമറ്റൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണിത്. കിടിലം സ്ഥലം, ചാട്ടിപ്പൊളി സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് നടന്ന് വന്നിട്ടുണ്ട്. കണ്ടപ്പോൾ വീട്ടിലിത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. നല്ല സ്പോട്ട്. ഈ ഒരു ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വൈകുന്നേരം നല്ലൊരു ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഒരിതായിട്ട് നമ്മൾ ബോട്ടിങ്ങിനെല്ലാം കയറാം ഗൈസ്. നമ്മൾ ഇതിനെ നോക്കിപ്പോൾ നമ്മൾ സ്വയം ചവിട്ടണോ എന്ന് ഗൈസ് എനിക്ക് പേടിയാണ്, അതുകൊണ്ട് കയറിയില്ല. നമ്മൾ മീൻ പിടിക്കുന്നുണ്ട്. കല്ലുവിൻ്റെ ഷൂവാണ് വയസ്സിട്ടത്, അതുകൊണ്ട് ഊരണമെന്നാണ് അവളുടെ നിയമം. ഇവിടെ പണ്ടങ്ങാണ്ട് വെള്ളം കയറിയപ്പോൾ കണ്ട് റോഡ് താന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതുപോലെ അവിടെ വരെ നടന്നു പോവാം. നിക്കടിയല്ലോ, അവിടെ പോയിട്ട് വരാം. ഈ പാലം ഉണ്ട് ഗൈസ്, നമുക്ക് ആ പാലത്തിലൊക്കെ ഒന്ന് കയറണം. അതിന് മുമ്പ് ഗൈസ് ഹംസം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ചൂട് തോന്നുന്നു ഗൈസ്. പക്ഷേ ഈ ഉച്ചയ്ക്കൊക്കെ വന്നിട്ടും നല്ലൊരു നല്ലൊരു കുളിർമ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ അപ്പം ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു കുളിർമ വന്നെങ്കിൽ നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലായിരിക്കാം. കുറേ ബോട്ടുണ്ട്, തോണിയുണ്ട്, കുറേ എന്തൊക്കെയോ കുറേ ഉണ്ട്. എൻ്റെ അടുത്ത് മൺട്രോ ഡ്രൈവിൻ ഐലൻഡ് റിസോർട്ട് നമുക്ക് ചക്കയൊക്കെ പണി വെച്ചിട്ടുണ്ട് ഗൈസ്. കൊള്ളാം ഗൈസ്, കിടില സ്പോട്ട്. ഗൈസ് ഞാൻ കിട്ടില്ല. ഇവിടൊക്കെ എന്തോ റോഡാന്ന് തോന്നുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിന് അടിയിൽ കൂടെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡിലുണ്ട്. ഇവിടെ മൊത്തം ഇത് നമ്മൾ ബോട്ടിങ് ചെയ്യുമ്പം നമുക്ക് 500 റുപ്പീസാണ് വരുന്നത്. നമ്മുടെ കണ്ടൽക്കാടിനിടയ്ക്ക് കൂടെയൊക്കെ പോകുന്ന ആ ഒരു ഇതാണ്. നമ്മളിങ്ങനെ നടന്ന് വരുവാണ്. നമുക്കൊന്നും മേടിക്കാൻ തോന്നില്ല, ഇവിടെ ഇങ്ങനെ നടന്നാൽ മതിയെന്ന് തന്നെ തോന്നുന്നു. കിട്ടിയില്ല സ്പോട്ട്. അവിടെ ആളൊക്കെ നിൽപ്പുണ്ട്. വേണ്ട നല്ല കിടിലും ഗൈസ്, പറയാതിരിക്കാൻ പറ്റില്ല. ആളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മൾ ഒരറ്റത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. കണ്ടു, നമ്മൾ അറ്റത്ത് വന്നിരുന്നിട്ട് കപ്പലണ്ടിയും മസാല കപ്പലണ്ടിയും ചിപ്സും കഴിക്കുവാണ് ഗൈസ്. വൈബാണ് ഗൈസ്. നമ്മൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നല്ല മഴയുണ്ട് ഗൈസ്, നല്ല മഞ്ഞൊക്കെ കയറി കിടിലും വൈബ് ഗൈസ്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. തോന്നി ഇപ്പോഴും മഴയത്തും എല്ലാവരും കൊടയൊക്കെ പിടിച്ചാണ് പോണത്. അവിടെ ഒക്കെ ഓരോ സംഭവമാണ്, ബ്രിഡ്ജ് തോണ്ടേ, പിന്നെ അവിടെ തന്നെ പ്രാക്കുളം ആ ഭാഗമൊക്കെയാണ്. ഒരിച്ചിരി പെയ്തിട്ട് മഴ അങ്ങ് പോയി ഗൈസ്. ഒരു ചെറിയ മഴ പെയ്യുന്നുണ്ടോ? വീട് നിറയുണ്ടോ ഗൈസ്? കണ്ടോ? അയ്യോ, ഇവിടെ നിന്ന് കയറണമെന്ന് വിചാരിച്ചല്ലേടി. അതുപോലെ മഴ വലിയ കണ്ടു കളറിനകത്ത്. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഇപ്പം തിരിച്ചു വരാൻ നിന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് ബസ് വരാൻ കുറച്ചുകൂടെ സമയമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ബെഞ്ചിൽ ഇങ്ങനെ വന്നിരിക്കണം 3 പേരും. അപ്പം എന്താണ്ട് ഗൈസ് ഇപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ നല്ല ക്ലൈമറ്റ് ആണ്. നമ്മൾ എവിടെ ആയിരുന്നു, അവിടെ എവിടെയോ ആയിരുന്നു നമ്മൾ റെയിൻബോ ഉണ്ടത്. വീട്ടിലും ഹൗസ് ബോട്ടിൽ സമയം പോയി 3:30 ആണ്. കല്ലുവാ വള്ളത്തെ കയറണമെങ്കിൽ എൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു. അമ്മ 150 ഉണ്ടായിരുന്നു. ആ വള്ളം ഏതാണെന്ന് അറിയാൻ വയ്യ. പൂവില്ലപ്പോന്നൊക്കെ അതിൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. കൊള്ളാമല്ലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ലവ് ബൈ. അപ്പോൾ ഗൈസ് അതിനടുത്ത് പോകുന്നതിന് മുമ്പ് കുനാഫ ചോക്ലേറ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തിന്നിട്ടുള്ളവരെല്ലാം കമൻറ്റ്